ഹലോ ഫ്രണ്ട്സ്, കറ്റാർ വാഴയെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കറ്റാർ വാഴ വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇട്ടും എത്ര വെച്ചിട്ടും അത് ഉണ്ടാവുന്നില്ല, എങ്ങനെ വെച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഒന്നായിട്ട് ഉണ്ടായി കിട്ടാനുള്ള പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം പിന്നെ ഞാൻ കാണുന്നതാണ്, ഞങ്ങളെ പല റിലേറ്റീവ്സും ഇങ്ങനെ കറ്റാർ വാഴ വെക്കും, ഇതൊന്നും പിടിച്ച് കിട്ടണില്ല. ചില സ്ഥലത്താണ് ഇതൊന്ന് പറിച്ച് കളയുന്നു എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ അതങ്ങോട്ട് പരന്നുണ്ടായിട്ടുണ്ടാവും. അപ്പം കറ്റാർ വാഴ ഇപ്പോൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്നുണ്ടാവും. പക്ഷെ വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ല, വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. അത് വെറുതെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പരിചരിക്കുമ്പോഴാണ് എനിക്ക് തോന്നണത് അതങ്ങോട്ട് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ വലിയ പരിചരണമൊന്നും കൊടുക്കണ്ട. നിങ്ങൾ നല്ലൊരു വെയിലുള്ളൊരു സ്ഥലത്ത് നോക്കിയാണ്ട് കറ്റാർ വാഴൻ്റെ ഒരു കുഞ്ഞു തൈ, അതിൻ്റെ ഏറ്റവും താഴത്ത് നിന്ന് കുഞ്ഞു തൈകളിങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ വരും. ആ ഒരു തൈകൾ ആരുടെ വാങ്ങിക്കാണ്ട് ആ കുഞ്ഞു തൈ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത്, നല്ല വെയിൽ ആവശ്യത്തിന് നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെച്ചാൽ മതി. വലിയ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും വെള്ളം എന്ന് വെച്ചാൽ ചീഞ്ഞ് പോവുകയും ചെയ്യും. അപ്പം വലിയ പിന്നെ വെള്ളപ്പൂലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം കേട്ടോ. കുറച്ചൊരു വരൾച്ച നല്ലതാണ്. ഈ കറ്റാർ വാഴ കണ്ടാൽ നമുക്കൊരു സോഫ്റ്റ് തോന്നുമെങ്കിലും അത്ര വലിയ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും അതിനില്ല. അപ്പോൾ നല്ലൊരു വരണ്ട ഒരു സ്ഥലത്ത്, നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാൽ അത് വെറുതെ അങ്ങനെ ഉണ്ടായി വരും. ഇടയ്ക്കൊന്നും വേണമെങ്കിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചാൽ മതി, നല്ല വേനൽക്ക്. അല്ലാത്ത ഒരു പരിചരണവും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ടൊക്കെ ഉണ്ടാവണം തോന്നുകയാണെങ്കിൽ നന്നായിട്ട് നല്ല വലിയ അതിൻ്റെ പട്ടല്ലേ, അതിൻ്റെ നല്ല മെച്ചത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവും. ഒന്നും കൂടി നല്ല രീതിയിൽ ഈ ഇപ്പോൾ എന്തെങ്കിലും ജെല്ലുകളൊക്കെ ഉണ്ടാക്കണവർക്കൊക്കെ ആണെങ്കിൽ അത് നല്ല രീതിക്ക് ഉണ്ടായാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് വളമൊക്കെ ചെയ്ത് കൊടുക്കുക. ആ വെയിൽ ഉള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് വളം ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും എപ്പോഴും ഒഴിക്കരുത്. ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് നന്നായിട്ടുണ്ടാവും. പിന്നെ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ആവശ്യത്തിന് ഒന്നൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ വളം ചെയ്യേണ്ട ആവശ്യമില്ല. അത് സാധാ അങ്ങനെ വളർന്നോളും. അങ്ങനെ വലിയ ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ തന്നെ അത് നന്നായിട്ടുണ്ടാവും. ഇവിടെ വീട്ടിലേക്ക് നിറയെ ഉണ്ട്. ചട്ടിയിലാണ് ഇരിക്കുന്നത്, എന്നിട്ടും നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് വേഗം ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ കറ്റാർ വാഴ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളും, ഇപ്പോൾ ചിലരൊക്കെ അത് നിത്യേന ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിന്മേൽ ഒരു പൂവും കൂടി ഉണ്ടാവും. അത് കുറേ ഇങ്ങനെ മൂത്ത് കുറേ കാലം കഴിയുമ്പോൾ, പൂവ് അധിക സ്ഥലത്തും കാണാനില്ല, പക്ഷേ ഒരുപാട് കഴിയുമ്പോൾ ഇതിന്മേൽ പൂവ് വരും. നല്ല ഭംഗിയാണ്. അങ്ങനെ നീണ്ട് നിൽക്കുമ്പോൾ അത് റെയറായിട്ടേ കാണലുള്ളൂ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് കറ്റാർ വാഴയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞുതരാം. കറ്റാർ വാഴ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂക്കൾ ഉണ്ടാവുന്ന കറ്റാർ വാഴ 400 ഇനം കറ്റാർ വാഴ ഉള്ളതിൽ വെച്ച് ഒരു സൂപ്പർ സ്റ്റാർ കറ്റാർ വാഴ എന്ന് തന്നെ പറയാം. ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് ലോകമെമ്പാടും വ്യാപിച്ചത്. കറ്റാർ വാഴ, അലോവേര എന്നീ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഇലകൾ കട്ടിയുള്ളതും നീളമുള്ളതും അരികുകൾ ചെറിയ മുള്ളുകളോട് കൂടിയതുമാണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ ചർമ്മരോഗങ്ങൾക്കും പൊള്ളലുകൾക്കും ശമനം നൽകുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു, സൗന്ദര്യവസ്തുക്കളായി ഉപയോഗിക്കുമ്പോൾ മുഖത്തിലെ പാടുകൾ, വരണ്ട ചർമ്മം, മുടി വളർച്ച എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കോസ്മെറ്റിക്സ്, ഔഷധങ്ങൾ, ഹെർബൽ ജ്യൂസ് എന്നിവ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു.